ഞാൻ വളരെ ചെറുതിലെ മുതൽ തന്നെ അത്യാവശ്യം നന്നായി വായിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയം മുതൽ കവിതകളും കഥകളും ഒക്കെ തന്നെ നമ്മൾ വായിക്കാറുണ്ടായിരുന്നു, നോവലുകൾ വായിക്കാറുണ്ടായിരുന്നു, എം ടിയുടെ ചെറുകഥകൾ വായിക്കാറുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കുറേ കഴിഞ്ഞപ്പോഴേക്കും അത് ഇംഗ്ലീഷ് പുസ്തകങ്ങളിലേക്കൊക്കെ മാറി എന്നുള്ളത് ഒരു വാസ്തവമാണ്. പിന്നെ കുറേ കൂടി കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഔട്ട്ലുക്ക് പോലെയുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ബിസിനസ് ടുഡേ പോലെയുള്ള ബിസിനസ് അടക്കമുള്ള നിരവധി കാര്യങ്ങളിലേക്ക് നമ്മുടെ വായനയിൽ മാറ്റം വന്നു. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ വായന ഏതാണ്ട് ഈ പറയുന്ന പോലെ ഫിക്ഷനുകളും നോൺ ഫിക്ഷനുകളും അതുപോലെ തന്നെ കഥകളും കവിതകളും ഒക്കെ വായിക്കാറില്ല ഈയിടെയായിട്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പോലും ഞാൻ മിക്കപ്പോഴും ആഴ്ചയിൽ ഒരു 10 തവണയെങ്കിലും നിരന്തരമായി കേൾക്കുന്നൊരു കവിതയാണ് മുരുകൻ കാട്ടാക്കടയുടെ നീ അടുത്തുണ്ടായിരുന്ന കാലം എന്ന് പറയുന്നൊരു കവിത. ആ കവിത എനിക്കിപ്പോൾ ഓർമ്മ വരാൻ കാരണം എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്ന കാലം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവിത ഇന്ത്യക്ക് എഴുതേണ്ടി വരുമോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്ന കാലം എന്ന് പറഞ്ഞ് ഇതിൻ്റെ തംബ്നെയിലിൽ ഏറ്റവും താഴെയായിട്ട് RC കവിതകൾ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്, രതീഷ് ചക്രപാണി കവിതകൾ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ അത്യാവശ്യം കുഴപ്പമില്ലാതെ എഴുതിയിരുന്നു, ലേഖനങ്ങൾ എഴുതിയിരുന്നു. അതിന് ഓൾ കേരള ലെവലിൽ തന്നെ നിരവധി സമ്മാനങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതും ചെയ്യാറില്ല. ഫേസ്ബുക്കിൽ പോലും എഴുതാൻ നമുക്ക് മടിയാണ്, അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം സമയം കിട്ടാറില്ല എന്നുള്ളൊരു വാസ്തവമാണ്. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് എഴുതിയിട്ട് അത് മലയാളത്തിലേക്ക് നമുക്ക് ടൈപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് എന്നെ സംബന്ധിച്ച് വലിയ ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണയായിട്ട് ഞാൻ ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കന്നം തിരിവുകളെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് കൃത്യമായിട്ട് പറയാനാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന 80 വയസ്സ് കഴിഞ്ഞ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, അതായത് ഇവരുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ചെന്നൈയിൽ വെച്ചിട്ട് ചില പരാമർശങ്ങൾ നടത്തി. ആ പരാമർശങ്ങൾ നടത്തിയത് മോദി അദ്ദേഹം ടെററിസ്റ്റ് എന്നാണ് വിളിച്ചത്. മോദി അദ്ദേഹം ടെററിസ്റ്റ് എന്ന് വിളിച്ചതിന് ശേഷം ഉടനെ തന്നെ അദ്ദേഹം അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ മെമ്പർമാരെയും ഒക്കെ തന്നെ ടെററൈസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പരാമർശം നടത്തി. പക്ഷേ അത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നൊരു പരാമർശമാണ്. പക്ഷേ ഇതിൻ്റെ പുറത്ത് ഏതാണ്ട് പരാതികൾ വന്നിരുന്നുവെന്നും ആ പരാതികൾ നിങ്ങൾക്ക് നടപടി എടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടുന്നുവെന്നും അത് 24 മണിക്കൂറിനകം കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ മല്ലികാർജുൻ ഖാർഗെക്ക് നോട്ടീസ് അയച്ചു. നോട്ടീസ് അയച്ചു. അത് ഇനി കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള നിലക്കാണ് നോട്ടീസ് അയച്ചതെന്നറിയില്ല. എന്താണെങ്കിലും ശരി, അതിന് മറുപടി നൽകിയിട്ടുണ്ട് AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജയറാം രമേശ്. അദ്ദേഹം IIT-യിലൊക്കെ പഠിച്ചിട്ടുള്ള നല്ല സ്കോളറായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഇതിന് സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് ഇതിന് തിരിച്ച് മറുപടി കൊടുത്തു. ഈ നോട്ടീസിൽ തന്നെ ഇവർ തിരക്ക് പിടിച്ച് അയച്ചതുകൊണ്ട് ഈ നോട്ടീസിൽ തന്നെ വലിയ ബ്ലണ്ടറുകളുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസിൽ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കിരൺ റിജിജുവിൻ്റെയും ഡെറിക് ഒബ്രയൻ്റെയും പരാതിയിലാണ് നിങ്ങൾക്ക് നോട്ടീസ് അയക്കുന്നതെന്നാണ്. ഡെറിക് ഒബ്രയൻ TMCയുടെ MP ആണ്. അദ്ദേഹം അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല. പിന്നെ ആ നോട്ടീസ് പിൻവലിച്ച് വേറൊരു നോട്ടീസ് അപ്പം തന്നെ ഇഷ്യൂ ആണ് ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ പരാമർശം നടത്തി മണിക്കൂറുകൾക്കകം ഇത്തരത്തിലുള്ള ഒരു നടപടി എടുക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായി. അതേസമയം 714 പരാതികൾ ഒരൊറ്റ ദിവസം കൊണ്ട് വന്നൊരു പരിപാടിയുണ്ട്. ആ പരിപാടിയെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇതുവരെ മിണ്ടിയിട്ടില്ല, അവർ അറിഞ്ഞിട്ടില്ല, അതിന്മേൽ അവരൊരു നടപടികളും എടുത്തിട്ടില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീ സംവരണവുമായി, അതായത് വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ല് തോക്കാൻ വേണ്ടിയിട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചതാണ്. തോറ്റു കഴിഞ്ഞപ്പോൾ തന്നെ അതിന്ന് രാത്രി 8:30 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൂരദർശനെയും നമ്മുടെ ടെലിവിഷനെയും അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒഫീഷ്യൽ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ആ രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹം നഗ്നമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് നടത്തിയത് എന്നുള്ളതിന് വേറൊരു തെളിവും വേണ്ട. കാരണം ആ പ്രസംഗത്തിൽ അദ്ദേഹം 59 തവണ കോൺഗ്രസ് എന്ന് പറഞ്ഞു. കോൺഗ്രസിനോട് ഈ ഇന്ത്യയിലെ സ്ത്രീകൾ ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞു. കൂടാതെ അവർ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നിങ്ങളത് ആലോചിക്കണം എന്നുള്ളത് പറഞ്ഞു. അവർ നിങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള നഗ്നമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ആ പാർലമെന്റ് സെഷൻ പോലും 3 ദിവസത്തേക്ക് അടിയന്തരമായി വിളിച്ചു കൂട്ടാനുള്ള അനുമതി ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇത്തരമൊരു കാര്യം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പദവി തന്നെ
ദുരുപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് 700-ലധികം പരാതികൾ എത്തിയിട്ടുള്ളത്. അതിന്മേൽ ഇതേവരെ ഒരു ചെറിയ നോട്ടീസ് പോലും, ഒരു കുറിപ്പ് പോലും നരേന്ദ്രമോദിക്ക് അയച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ആരെയും അത്ഭുതപ്പെടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അദ്ദേഹം എറണാകുളത്തൊക്കെ കളക്ടറായിരുന്ന ഒരാളാണ്, കോർപ്പറേഷനൊക്കെ ചുമതല ഉണ്ടായിരുന്ന ഒരാളാണ്. ആ സമയത്ത് അദ്ദേഹമൊക്കെ അന്നേരം നല്ല ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹം ഗുജറാത്തിലേക്ക് പോവുകയും അമിത്ഷായുടെ പെറ്റായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥരായി മാറുകയും ആർട്ടിക്കിൾ 370 അടക്കം റദ്ദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളിൽ അമിത്ഷായോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഒരു സുപ്രഭാതത്തിൽ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട്, അതായത് അവിടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതുപോലെ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ചേർന്നാണ് ഒരു ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിച്ചിരുന്നതെങ്കിൽ അതിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അങ്ങോട്ട് എടുത്തു മാറ്റുകയും ആ മാറ്റുന്നതിനെതിരെ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചിട്ട് പോലും അതിനെ മറികടക്കാൻ വേണ്ടി നിയമമുണ്ടാക്കിക്കൊണ്ട് മാറ്റുകയും അവിടെ പ്രധാനമന്ത്രിയും ഒരു മന്ത്രിയും, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു മന്ത്രിയും കൂടാതെ പ്രതിപക്ഷ നേതാവുമെന്നാക്കി മാറ്റുകയും അതിൽ ഭൂരിപക്ഷം ഉണ്ടാവുകയും അങ്ങനെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാത്രിക്ക് രാത്രി അപ്പോയിൻറ്റ് ചെയ്യപ്പെടുകയും ചെയ്ത ഒരാളാണ് ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഞാനിപ്പോൾ വിസ്താരഭയം കൊണ്ട് പറയുന്നില്ല, എൻ്റെ നേരത്തെയുള്ള വീഡിയോകളിൽ മറ്റേ രാഹുൽ ഗാന്ധിയൊക്കെ വരുത്തിയിട്ടുള്ള വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ഞാൻ നിരവധി വീഡിയോകൾ ചെയ്തപ്പോൾ എത്രമാത്രം നിയമങ്ങൾ മാറ്റിക്കൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷനെ ഇല്ലാതാക്കിയത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അത്തരത്തിൽ എല്ലാ പവറുകളും മാറ്റുകയും അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ പദവിക്ക് തന്നെ ഏതാണ്ട് ഒരു അണ്ടർ സെക്രട്ടറിയുടെ പദവിയിലേക്കൊക്കെ മാറ്റുകയും ചെയ്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ ഇവരുടെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ പിയൂണിനോടോ അല്ലെങ്കിൽ BJP ഓഫീസിലെ പിയൂണിനോടോ പരാതി പറഞ്ഞാൽ പോലും ചിലപ്പോൾ അവർ ചെന്നിട്ടൊന്ന് പറയുമായിരിക്കും, സാർ ഇങ്ങനൊരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിലും പറയുമായിരിക്കും. പക്ഷെ അതുപോലും പറയാൻ ധൈര്യമില്ലാത്ത ഒരു ഇലക്ഷൻ കമ്മീഷനാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. ഇത്തരത്തിൽ 45 ദിവസം കഴിയുമ്പോൾ തെളിവുകളെല്ലാം തന്നെ CCTV നശിപ്പിച്ച് കളയണമെന്നൊക്കെയുള്ള പുതിയ ചട്ടങ്ങൾ എഴുതിയുണ്ടാക്കുകയും ഇതൊന്നും ജനങ്ങൾക്ക് കൊടുക്കരുത് എന്നുള്ളതിന് വേണ്ടി വളരെ തന്ത്രപരമായിട്ടുള്ള ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷനാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. കൂടാതെ ആരെങ്കിലും വന്നൊരു പരാതി ഉന്നയിച്ചാൽ ഏതാണ്ട് ഭരണപക്ഷത്തിൻ്റെ ആളുകളായി നിന്നുകൊണ്ട് വന്ന് പത്രസമ്മേളനം നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. പിന്നെ ഇതുമാത്രമല്ല, നിരവധി ലംഘനങ്ങൾ നരേന്ദ്രമോദിയുടെയും പ്രധാനമന്ത്രിയുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. രാജസ്ഥാനിലെ ബൻസാരയിൽ ഈ നിങ്ങളുടെ താലിമാലകൾ പൊട്ടിച്ചെടുക്കുമെന്നും അത് കൂടുതൽ കുട്ടികളുണ്ടാക്കുന്നവർക്ക് കൊടുക്കുമെന്നുമുള്ള പ്രസംഗങ്ങൾ മുതൽ ബാലക്കോട്ടിലെയും അതുപോലെ സൈന്യ നടപടികളടക്കം ഇലക്ഷൻ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ നിങ്ങൾ അറിയേണ്ടത് ഹ്യൂമൻ റൈറ്റ് വാച്ച് എന്ന് പറയുന്ന ഒരു അവരുടെ ഒരു പഠനത്തിൽ അവർ പറയുന്നത് ഹെയ്റ്റ് സ്പീച്ച് ഫ്യൂൽസ് മോഡീസ് ഇലക്ഷൻ ക്യാമ്പയിൻ എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് വയർ എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൽ പറയുന്നത് മോദി നടത്തിയിട്ടുള്ള 173 പ്രസംഗങ്ങളിൽ 110 ഇത്തരത്തിലുള്ള ഹെയ്റ്റ് സ്പീച്ചുകൾ ഉണ്ടായിരുന്നു പല സമുദായങ്ങൾക്കുമെതിരെ എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇതിനൊന്നും ഒരിക്കൽ പോലും നോട്ടീസ് അയക്കാത്ത, ആ നോട്ടീസ് അയക്കണമെങ്കിൽ പോലും നരേന്ദ്രമോദിക്ക് നോട്ടീസ് അയക്കാതെ പകരം JP നഡ്ഡക്കും അതുപോലെ തന്നെ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനും മാത്രം നോട്ടീസ് അയക്കുന്ന ഒരു കമ്മീഷനായി മാറിയിട്ടുള്ള കമ്മീഷൻ ഇത്തരത്തിൽ ഒട്ടനവധി മണിക്കൂറുകൾക്കും മിനിറ്റുകൾക്കും ഇടയിൽ തന്നെ നമ്മുടെ മല്ലികാർജുൻ ഖാർഗെക്കെതിരെ നോട്ടീസ് അയച്ചു എന്നുള്ളത് അവരുടെ കാര്യക്ഷമത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന മല്ലികാർജുൻ ഖാർഗെ ഇത് പറഞ്ഞത് തന്നെ എന്ന് പറഞ്ഞാൽ AIADMK എന്ന് പറയുന്ന പാർട്ടി, ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന പാർട്ടി, അവർക്ക് എങ്ങനെയാണ് BJPയുമായി ചേർന്ന് നിൽക്കാൻ കഴിയുന്നത്? കാരണം അതവരെ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ ഒരു ദ്രാവിഡ കൾച്ചറിന് ഒരിക്കലും BJP രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു, ടെററിസ്റ്റ് എന്ന് പറയുന്ന പദമൊന്നും ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അടിസ്ഥാനപരമായ കാര്യം. കോൺഗ്രസ് പലപ്പോഴും ഇത്തരത്തിലുള്ള കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ കാണിക്കും. ടെററിസ്റ്റ് എന്നും അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ തന്നെ മണിശങ്കർ അയ്യർ പറഞ്ഞിട്ടുള്ളത് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ ഒന്ന് ചായ വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടാവും. അതൊക്കെ പിന്നീട് എങ്ങനെയാണ് BJPക്ക് ഗുണകരമായത് എന്നുള്ളത് ഓർമ്മയുണ്ടാവും. ഇത്തരത്തിലുള്ള ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിരുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഒരിക്കലും BJPക്കെതിരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ പാർട്ടിക്കെതിരെയോ അധികാരത്തിലിരിക്കുന്നവർക്കെതിരെയോ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെ പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി മറന്നു പോകരുത്.
അശോക് ലവാസ എന്ന് പറയുന്ന ഒരു ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ രാജ്യം തന്നെ വിട്ടുപോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ മകനെതിരെ, അദ്ദേഹത്തിൻ്റെ ഭാര്യക്കെതിരെ, അദ്ദേഹത്തിൻ്റെ സഹോദരനെതിരെയൊക്കെ തന്നെ നിരവധി അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം വന്നിരുന്നു. അതിൻ്റെയൊക്കെ കാരണം അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ കിട്ടുന്ന പരാതികളിൽ അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കെതിരാണെങ്കിൽ ന്യായമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് വിയോജനക്കുറിപ്പ് എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇനി ഏറ്റവും ഒടുവിൽ നമ്മുടെ കേരളത്തിൽ പോലുള്ള അനുഭവം എന്താ? കർണാടകത്തിൽ വന്ന് പ്രസംഗിച്ചത് അദ്ദേഹം പ്രസംഗിച്ചത് ഓർമ്മയുണ്ട്. തൊട്ടടുത്ത് കേരളമാണ്, അതുപോലെ ആകും എന്ന് പറഞ്ഞ് പ്രസംഗിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അതുപോലെ ജാർഖണ്ഡിൽ വന്നു, ലവ് ജിഹാദിൻ്റെ ഉറവിടം അവിടെയാണെന്ന് പ്രസംഗിച്ചത് ഓർമ്മയുണ്ടാവും. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളിൽ വളരെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകളാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഹൈലി ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമായി കൂടി അത് മാറിയിരിക്കുന്നു. കാരണം ഈ നേരത്തെയൊക്കെ തെരഞ്ഞെടുപ്പുകൾ നടന്നാൽ അതിൻ്റെ വൈകുന്നേരങ്ങളിൽ അതിൻ്റെ പോളിംഗ് പെർസെൻറ്റേജ് കിട്ടുകയും ഏറ്റവും കുറഞ്ഞത് 24 മണിക്കൂറിനകം കൃത്യമായിട്ടുള്ള പോളിംഗ് പെർസെൻറ്റേജും വോട്ടുകളുടെ നമ്പറും ഒക്കെ കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത്തരത്തിൽ നമ്പറുകളൊന്നും കിട്ടാത്ത അങ്ങേയറ്റം ഡൂബിയസ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഏജൻസിയായി മാറിയിരിക്കുന്നു. ഇതിനിടയിലാണ് നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് എന്ന് തന്നെ തിരിച്ചറിഞ്ഞത്. മലയാളിയായിട്ടുള്ള ഒരു BSc ഫിസിക്സ് കഴിഞ്ഞിട്ടുള്ള TN ശേഷൻ എന്ന് പറയുന്ന ഒരാൾ അതിൻ്റെ തലപ്പത്തേക്ക് വന്നപ്പോഴാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഒരു ഇലക്ഷൻ കമ്മീഷന് എങ്ങനെയാണ് വളരെ ഗംഭീരമായി പ്രവർത്തിക്കാൻ കഴിയും, ഒരു രാജ്യത്തിൻ്റെ ഭാവി തന്നെ നിർണ്ണയിക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളത് കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ് TN ശേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ നമ്മൾ ഓർത്തു പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കവിത ഒന്നുകൂടി പറയുന്നത്. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്ന കാലം എന്നോ വേണമെങ്കിൽ TN ശേഷൻ ഉണ്ടായിരുന്ന കാലമെന്നോ ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്ന കാലമെന്നോ ഒക്കെ പറഞ്ഞ് കവിതകൾ എഴുതാൻ കഴിയുന്ന ലെവലിലേക്കാണ് ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ഇലക്ഷനുകളും